ഹലോ. അപ്പോൾ ഇന്ന് നൈറ്റ് ഡ്യൂട്ടിയിലെ വിശേഷങ്ങളാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. പലരും ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് നേഴ്സുമാർക്ക് എന്താണ് നൈറ്റ് ഡ്യൂട്ടിയിൽ ഇതിന് മാത്രം വർക്കുള്ളത്, നിങ്ങൾക്ക് പോയി കിടന്ന് കുറച്ച് ഇഞ്ചക്ഷനും എടുത്തിട്ട് പോയി കിടന്ന് ഉറങ്ങിയാൽ പോരെ എന്ന് ചോദിക്കാറുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ. ഇതിൻ്റെ അകത്ത് എല്ലാം ഒന്നും ഉൾക്കൊള്ളിക്കാൻ സാധിച്ചിട്ടില്ല. കുറച്ച് ഭാഗങ്ങൾ മാത്രമേ എഡിറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. അതിനെക്കുറിച്ച് നമുക്കൊന്ന് കാണാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഡ്യൂട്ടിക്ക് എൻ്റർ ചെയ്യുകയാണ് കേട്ടോ. ഇന്ന് അല്ലുവിനാണെങ്കിൽ 6th ഫ്ലോറിലും എനിക്ക് 7th ഫ്ലോർ ഐസൊലേഷനിലുമാണ് ഡ്യൂട്ടി. ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്ത് ഡ്യൂട്ടിക്ക് പോയി. ഡ്യൂട്ടിക്ക് കയറിയപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് 3 പേര് വെയിറ്റിംഗ് ആണ് കേട്ടോ, ഹാൻഡ് ഓവർ തരാൻ വേണ്ടിയിട്ട്. അതിന് ഹാൻഡ് ഓവർ എടുത്ത് മെഡിസിൻ കൊടുക്കാൻ സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും തന്നെ ഒരു പണി കിട്ടി. ഒരു ബേബിയുടെ ക്യാനിൽ ഔട്ടായി. ബിയോണി എന്നെ തപ്പി നടക്കുകയാണല്ലോ ക്യാനിൽ ഇടാനായിട്ട്. പാടി നമുക്കൊരു ക്യാനിൽ ഇട്ടിട്ട് വരാം എന്നൊക്കെ പറഞ്ഞിട്ട് പോയി. അപ്പോഴത്തേക്കും അശ്വിനാണെങ്കിൽ വൈറ്റൽസ് നോക്കാൻ വേണ്ടി പോയിട്ടോ. അപ്പോഴത്തേക്കും താഴെ അറിയുന്ന സാനിലാണെങ്കിൽ അടുത്ത അഡ്മിഷനായിട്ട് വന്നു. അപ്പോഴത്തേക്കും ടൈം ഒരു 11:30 ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഞങ്ങളുടെ ഏകദേശം മെഡിസിൻ എല്ലാം കൊടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് അഡ്മിഷൻ വന്നത്. അത് തന്നെ ഒരു വലിയ ആശ്വാസം. അങ്ങനെ ബിയോണി ഹാൻഡ് ഓവർ എടുത്തു. ഞാൻ അഡ്മിഷൻ ഫയൽ അറേഞ്ച് ചെയ്തു. അശ്വിൻ പോയിട്ട് വൈറ്റൽസ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഷെയർ ചെയ്ത് ഡ്യൂട്ടി ചെയ്തത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈസി ആയിട്ട് അഡ്മിഷൻ തീർക്കാൻ പറ്റി കേട്ടോ. അതിനുശേഷം ബിയോണി ആണെങ്കിൽ മെഡിസിൻ എല്ലാം ഇൻഡൻറ്റ് ഇട്ടു. ഞങ്ങൾക്കാണെങ്കിൽ നൈറ്റ് ടൈമിലാണ് മെഡിസിൻ ഇൻഡൻറ്റ് ഇടുന്നത് കേട്ടോ. നൈറ്റ് ടൈമിൽ ഒരു മെഡിസിൻ ഇൻഡൻറ്റ് ഇട്ടു. 4th ഫ്ലോറിലാണ് കേട്ടോ ഞങ്ങൾക്ക് ഇന്ന് IP ഫാർമസി ഉള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പോയിട്ട് വാങ്ങിയിട്ട് വരാം, ഇത്ര നേരം ഓട്ടോ അല്ലായിരുന്നു, നിങ്ങൾ റെസ്റ്റ് ചെയ്യുന്നു പറഞ്ഞിട്ട് ഞാൻ 4th ഫ്ലോറിലേക്ക് IP ഫാർമസിയിലേക്ക് മെഡിസിൻ എടുക്കാൻ വേണ്ടി പോയി. അവിടെ ചെന്നപ്പോഴാണെങ്കിൽ അവർ 2 പേരും മെഡിസിൻ എടുത്ത് മടുത്ത് നല്ല തിരക്കായിരുന്നു. ചേച്ചി ഇരിക്കാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കോഫി കുടിച്ചുകൊണ്ടിരിക്കുക. ചേച്ചി പോയിട്ട് ഒന്നും കൂടെ വരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ശരി, ഓക്കെ, നിങ്ങൾ മെഡിസിൻ എടുത്ത് വെക്കുക. അപ്പോഴത്തേക്കും ഞാൻ പോയിട്ട് ഒരു കോഫി കുടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ 1st ഫ്ലോറിലാണ് കേട്ടോ ഞങ്ങൾക്ക് ഹാഫ്തീരിയ ഉള്ളത്. അങ്ങനെ ഞാനൊരു കോഫി കുടിക്കാൻ വേണ്ടി താഴേക്ക് പോയി. ലിഫ്റ്റിൽ കയറി താഴോട്ട് പോയി. ശരിക്കും പറഞ്ഞാൽ നല്ല രീതിക്കൊന്നും മടുത്തിട്ട് കേട്ടോ. ഒരു റെസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവമേ ഉണ്ടായിരുന്നില്ല. നല്ല ഓട്ടോ ആയിരുന്നു വന്നപ്പോൾ മുതൽ. ഓൾറെഡി ഞങ്ങൾ 3 പേര് ഡ്യൂട്ടിക്ക് ഉണ്ടായിരുന്നുള്ളൂ. 13 പേഷ്യൻ്റ് ഞങ്ങൾ വന്നപ്പോൾ തന്നെയുണ്ട് ഉണ്ടായിരുന്നു. അവൻ 3ാമത്തെ അഡ്മിഷനാണ് 11:30 ആയപ്പോൾ കൊണ്ടുവന്നത് സനിൽ. അങ്ങനെ ഞങ്ങൾക്ക് ഞാൻ കഫ്തീരിയയിൽ വന്നു. കോഫി കുടിക്കാൻ വേണ്ടി വന്നപ്പോഴത്തേക്കും ഞങ്ങളുടെ വാർഡിൽ ഒരു ബൈസ്റ്റാൻഡർ അവിടെ വന്നിട്ട് കോഫി കുടിക്കുകയാണ് കേട്ടോ. സിസ്റ്റർ വന്നോ, കോഫി കുടിക്കാൻ വന്നാണോ എന്നൊക്കെ ചോദിച്ചു. ചേച്ചിമാരുടെ കഥയൊക്കെ പറഞ്ഞ് കോഫി കുടിച്ച് തിരിച്ച് ഫാർമസി വന്നു. മെഡിസിൻ എടുത്തതിന് ശേഷം തിരിച്ച് വാർഡിലേക്ക് പോവുകയാണ് കേട്ടോ. വാർഡിൽ ചെന്ന് കയറി മെഡിസിൻ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും താഴെ അറിയുന്നു വീണ്ടും വിളിച്ചു. അടുത്ത അഡ്മിഷൻ വരുന്നുണ്ട്, കൊണ്ടുവരട്ടെ എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്ക് സമയം 4:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഓക്കെ കൊണ്ടുപോവാ. പശുവും പറഞ്ഞു ചേച്ചി ഞാൻ മെഡിസിൻ എടുത്ത് വെക്കാൻ, ചേച്ചി ഹാൻഡ് ഓവർ എടുത്തോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഹാൻഡ് ഓവർ എടുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോഴത്തേക്കും സനിൽ പേഷ്യൻറ്റുമായിട്ട് വന്നു. ഇപ്പോൾ കൂടുതലും പോസിറ്റീവ് കേസാട്ടോ വരുന്നത്. H1N1 ഇൻഫ്ലുവൻസ പേഷ്യൻസാണ് കൂടുതലും വരുന്നത്. ഇതിന്ന് കൊണ്ടുവരുന്ന 5ാമത്തെ അഡ്മിഷനാണ് കേട്ടോ. അങ്ങനെ പേഷ്യൻറ്റുമായിട്ട് വന്നു. അവനോട് ഹാൻഡ് ഓവറൊക്കെ ഞാൻ എടുത്തു. ഹാൻഡ് ഓവർ എടുത്തതിന് ശേഷം ആവണി മാഡം വന്നിട്ട് കൃപ മാഡം വന്നിട്ടാണെങ്കിൽ ഫയലൊക്കെ എഴുതി. ഞാൻ മെഡിസിൻ ഇൻറ്റൻറ്റ് ഇട്ട് പക്ഷേ മെഡിസിൻ എടുക്കാൻ പോയി. ഇന്നലത്തെ ദിവസം ഉറങ്ങിയിട്ടേ ഇല്ല കേട്ടോ. നല്ല ഓട്ടോ ആയിരുന്നു. അതിന് ശേഷം ഞങ്ങളുടെ മോർണിംഗ് ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്തു. ലാസ്റ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് പോവുകയാണ് കേട്ടോ. വൃന്ദ മാഡം കൃപ മാഡം ലിഫ്റ്റിലുണ്ടായിരുന്നു. അവർക്ക് ഡോക്ടേഴ്സ് ഡേക്ക് കിട്ടിയ ഗിഫ്റ്റൊക്കെ കാണിച്ചു. പഞ്ച് ഔട്ട് ചെയ്തു. വീട്ടിലേക്ക് പോകണം. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കഥ. താങ്ക് യു സോ മച്ച്.